ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം ഇന്നത്തേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, പിന്നെ കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സുകളും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,406-ൽ 109 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,080-ൽ 374 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 31,782-ൽ ആൻഡ് 669 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ ക്ലോസിംഗ് വാസ് 14,296 ആൻഡ് ഓപ്പണിംഗ് വന്നിട്ട് 14,219. Day high went up to 14,424. Day low was 14,151 and 109.75 ഗെയിനോട് കൂടിയിട്ട് 14,406-ലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നിഫ്റ്റിയിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, HDFC, JSW സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ. അതേസമയം കുറച്ച് ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ HUL, ടൈറ്റൻ കമ്പനി, നെസ്ലെ, ശ്രീ സിമൻസ്, TCS. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 30,763, 31,112 ആൻഡ് ഇന്നലത്തെ ഓപ്പണിംഗ് 30,763, ഒരു ഗ്യാപ്പ് ഡൗൺ ആയി. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 31,834. ഡേ ലോ വാസ് 30,555. 669 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 31,782-ലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ പോസിറ്റീവായി കാണാൻ കഴിഞ്ഞ കുറച്ച് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര, SBI, ആക്സിസ് ബാങ്ക്, അങ്ങനെ. ആൻഡ് ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. FIISDIISDATA, FIISൻ്റെ ഭാഗത്തു നിന്ന് 909 crores-ൻ്റെ ഒരു സെൽ ഓഫാണ് കാണാൻ കഴിഞ്ഞത്. അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് 849 crores-ൻ്റെ പർച്ചേസിങ്. ഇന്ത്യ വിക്സ് റോസ് ബൈ 2.7%, അതായത് 22.42-ൽ നിന്ന് 23.02-ലേക്ക്. ടെക്നിക്കൽ വ്യൂ പ്രകാരം കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഫോർ നിഫ്റ്റി. ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 14,230-ലാണ് ആൻഡ് സെക്കൻഡ് ഈസ് 14,050-ലും. അതേസമയം റെസിസ്റ്റൻസ് 14,500-ലും, സെക്കൻഡ് ഈസ് 14,590-ലും. അറ്റ് സെയിം ടൈം ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 30,947, സെക്കൻഡ് ഈസ് 30,110. അതേസമയം റെസിസ്റ്റൻസ് ഈസ് 32,220, സെക്കൻഡ് ഈസ് 32,670. ഓപ്ഷൻ ഡാറ്റയിൽ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും, തേർഡ് ഈസ് 14,800 സ്ട്രൈക്കിലുമാകുന്നു. ആൻഡ് കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 15,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,200-ലും, തേർഡ് ഈസ് 14,800-ലും. അതേസമയം അൺവൈൻഡിങ് കാണാൻ കഴിയുന്ന 14,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800 ലെവൽസിലുമാകുന്നു. പുട്ടിൻ്റെ OI മാക്സിമം 14,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,200-ലും, തേർഡ് ഈസ് 14,500-ലുമാകുന്നു. പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,000-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,200-ലും, തേർഡ് ഈസ് 14,400-ലുമാകുന്നു. പുട്ട് അൺവൈൻഡിങ് കുറച്ചൊക്കെ കാണാൻ കഴിയുന്നത് 14,900-ലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,600-ലുമാകുന്നു. ആൻഡ് തിയറി ഓഫ് മാക്സ് ബൈ നെറ്റ് 14,500 ലെവലാകുന്നു. ഫ്രണ്ട്സ്, ഇനി ഇന്നത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ നല്ല കുറച്ച് സ്റ്റോക്സുകൾ. ഫസ്റ്റ് വൺ ഈസ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, HCL ടെക്നോളജീസ്, റിലയൻസ്, HDFC, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ദീപക് നൈട്രേറ്റ്, ചോല ഫിൻ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ ആൻഡ് ബജാജ് ഫിനാൻസ്. ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സ്റ്റോക്സുകൾക്കൊന്നും ടാർഗറ്റോ ട്രിഗറോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ തരുന്നില്ല. ബിക്കോസ് മാർക്കറ്റ് ഈസ് ടു വാലറ്റൈൽ ആൻഡ് നല്ലൊരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഹ്യൂജ് ഗ്യാപ്പ് അപ്പാണ്. ഒരു ചെറിയ ഗ്യാപ്പ് അപ്പൊക്കെ ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് നോ പോയിൻറ്റ് ഞാൻ അങ്ങനെയുള്ള ട്രിഗറോ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ തരുന്നതിൽ. അതുകൊണ്ടാണ് ഓക്കെ. സോ ആൻഡ് ബിഗിനേഴ്സ് പ്ലീസ് ട്രൈ ടു ബുക്ക് യുവർ പ്രോഫിറ്റ് ബിലോ 25, അതായത് 15 to 25 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക.
Again I am telling, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ otherwise you will be in trap. ഓക്കെ, അത് ഹൈലി വോളറ്റൈലാണ് മാർക്കറ്റ്. ഒരു 20 മൂവ്മെൻറ്റ്സ് ഓർ 25 മൂവ്മെൻറ്റ്സ് അപ്വേർഡ് കാണിച്ച് ഇമ്മീഡിയറ്റ്ലി ഓക്കെ വിത്തിൻ 5 സെക്കൻഡ് 6 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു 15 പോയിൻറ്റ്സ് ഡൗൺ ആയി മാറുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ആൻഡ് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഇൻഡെക്സിൻ്റെ ഡയറക്ഷനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ഷോർട്ട് എടുക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്റ്റോക്കുകളുണ്ട്, അതുപോലെ തന്നെ ബൈ എടുക്കാൻ പറ്റിയതുണ്ട്. അത് ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ആവുക ആൻഡ് ബുക്ക് ദ പ്രോഫിറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഗെറ്റ് ഔട്ട്. ഫ്രണ്ട്സ്, ദർ ഈസ് സം മോർ സ്റ്റോക്സ് വിച്ച് ഈസ് ACC, നെസ്ലെ, ബജാജ് കൺസ്യൂമർ. ഇതിലെല്ലാം നാളെ നല്ല മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഡോണ്ട് മിസ്. പിന്നെ പ്ലീസ് മാർക്കറ്റായിട്ട് ചലഞ്ച് ചെയ്യാൻ പോരുത്. മാർക്കറ്റ് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. മൈ വ്യൂ മേ ഗെറ്റ് റോങ്. Don't follow it just blindly. Consult a financial advisor before you enter the market. And don't forget to subscribe my channel. Hit the like button. Share it. Money anta ting ting. Happy trading. Take care. Have a good day.